അരുൺകുമാർ, ഒരു ചോദ്യം. ഈ ചർച്ചയിൽ CPIM വക്താവായി താങ്കൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ തന്നെ താങ്കളൊരു ട്രേഡ് യൂണിയൻ പ്രവർത്തകനും നേതാവും കൂടിയാണ്, CITU നേതാവ് കൂടിയാണ് എന്നുകൂടിയാണ് ഞാൻ കരുതുന്നത്. ലേബർ കോഡ് വരുമ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ നിയമപരമായ വശങ്ങളും അതിൻ്റെ രാഷ്ട്രീയ സാമൂഹ്യ പ്രത്യാഘാതങ്ങളും തൊഴിലാളിക്ക് എത്രമാത്രം ദ്രോഹകരമാണ് എന്നത് കൂടുതൽ വിശദീകരിക്കുന്നതുമൊക്കെ ഈ ചർച്ച കാണുന്ന പ്രേക്ഷകരെ സംബന്ധിച്ച് ഏറെ ഗുണകരമാണ്. കുറേ കൂടി ആ കണ്ടൻറ്റ് ആ കോഡുമായി, ലേബർ കോഡുമായി ബന്ധപ്പെട്ട് കൂടി കുറച്ച് കാര്യങ്ങൾ മനസ്സിലാകുന്നതിന് സഹായകരമാകും. അതുകൊണ്ട് തന്നെ ഒരു ചോദ്യം, ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ, അതായത് രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളും നടപ്പാക്കി കഴിഞ്ഞു, നമ്മൾ നടപ്പാക്കാതെ മാറി നിന്നാൽ ഒരു തൊഴിൽ നിയമവും ഇല്ലാത്ത ഒരു സംസ്ഥാനമായി കേരളം മാറിത്തീരുന്ന അവസ്ഥ വരും. അതനുവദിക്കാൻ കഴിയില്ലല്ലോ. അദ്ദേഹം ഒരു പൊസിഷനിലിരിക്കുന്നയാളാണ്, പഴയ പ്രതിപക്ഷ നേതാവല്ല, ഇന്ന് മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിൻ്റെ പാർട്ടിയും അദ്ദേഹത്തിൻ്റെ ട്രേഡ് യൂണിയൻ, അദ്ദേഹം INTUC നേതാവായിരുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്, ഒക്കെ എതിർക്കുന്നുണ്ട്. ശരിയാണ് അരുൺകുമാർ പറഞ്ഞതുപോലെ. പക്ഷേ അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളും നടപ്പാക്കി കഴിഞ്ഞു, അപ്പോൾ പിന്നെ കേരളത്തിന് നടപ്പാക്കാതിരിക്കാൻ കഴിയുമോ? കേരളത്തിലൊരു തൊഴിൽ നിയമമില്ലാത്ത സംസ്ഥാനം എന്ന നിലയിലായി പോകില്ലേ എന്നുകൂടിയാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ഒരിക്കലുമില്ല. ഇപ്പോൾ ഒരു നിയമം പാർലമെന്റ് പാസ്സാക്കിയാൽ അത് നടപ്പാക്കണമെങ്കിൽ റൂളുകൾ നിർമ്മിക്കണം, അതുമായി ബന്ധപ്പെട്ടുള്ള ചട്ടം നിർമ്മിക്കണം. ആ ചട്ടം സംസ്ഥാന ഗവൺമെന്റ്, കേന്ദ്ര ചട്ടമുണ്ട്, സംസ്ഥാന ചട്ടം നിർമ്മിക്കാതെ ആ നിയമം നടപ്പാക്കാൻ കഴിയില്ല. ആ ചട്ടം മുന്നോട്ട് ഇതുവരെ നടപ്പാക്കുന്ന ഒരു സാഹചര്യം LDF ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായില്ല. LDF ചെയ്തത് സുപ്രീം കോടതിയിൽ നിന്നും റിട്ടയർ ആയ ഒരു ജഡ്ജിയെ കൊണ്ട് ഈ ലേബർ കോഡിൽ തൊഴിലാളി വിരുദ്ധ സമീപനങ്ങളെ കുറിച്ച് പഠിക്കാൻ സാഹചര്യം ഒരുക്കുകയാണ് ഉണ്ടായത്. അത് മുഴുവൻ ട്രേഡ് യൂണിയന്റെയും വാദം കേട്ടു, ട്രേഡ് യൂണിയൻ നേതാക്കന്മാരെ കേട്ടു. അതുപോലെ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള തൊഴിലാളികൾക്ക്, ജീവനക്കാർക്ക് ഒരു രാഷ്ട്രീയ നിലപാടില്ലെങ്കിലും ആ ഗവൺമെന്റ് വച്ച കമ്മീഷൻ മുമ്പാകെ ഈ ലേബർ കോഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് തങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താൻ അവസരം കൊടുത്തു. കൃത്യമായി സമയബന്ധിതമായി തന്നെ ജസ്റ്റിസ് ഗൗഡ കമ്മീഷൻ അതിന്റെ റിപ്പോർട്ട് സമർപ്പിച്ചു ഗവൺമെന്റിന്. ആ റിപ്പോർട്ട് സമർപ്പിച്ച ആ അവസരത്തിലാണ് തെരഞ്ഞെടുപ്പ് നോട്ടിഫിക്കേഷൻ വന്നത്. LDF ഗവൺമെന്റിന് അത് നടപ്പാക്കാൻ കഴിഞ്ഞില്ല. ഇതിപ്പോൾ UDF ഗവൺമെന്റിന്റെ മുന്നിലാണ്. അതായത് ഈ ലേബർ കോഡ് നടപ്പാക്കുമ്പോൾ തൊഴിലാളികൾക്ക്, ജീവനക്കാർക്കുണ്ടാകുന്ന വലിയ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ അവ കൃത്യമായി ഗവൺമെന്റിന് മനസ്സിലാക്കാൻ സുപ്രീം കോടതിയിൽ നിന്ന് തന്നെ റിട്ടയർ ആയ ഒരു ജഡ്ജിയുടെ നേതൃത്വത്തിലുള്ള പഠനം, ആ പഠനത്തിന്റെ റിപ്പോർട്ട് മേശപ്പുറത്തുണ്ട്. അത് പഠിച്ച് അതിൽ തൊഴിലാളി വിരുദ്ധമായിട്ടുള്ള സമീപനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് റൂളുകൾ നിർമ്മിക്കുമ്പോഴെല്ലാം അതിൽ ഒരു അനുഭാവപൂർവമായ നിലപാട് തൊഴിലാളികൾക്ക് അനുകൂലമായിട്ട് തന്നെ നടപ്പാക്കാൻ കഴിയും. ഇപ്പോൾ ഫിക്സഡ് ടൈം എംപ്ലോയ്മെന്റേ ഉള്ളൂ, ഇനി സ്ഥിരം തൊഴിലില്ല. ഒരാൾ ഒരു തൊഴിലാളിയായി, ജീവനക്കാരനായിട്ട് ഒരു ജോലിക്ക് കയറിയാൽ ജീവിതകാലം മുഴുവൻ അദ്ദേഹം താൽക്കാലിക ജോലിക്കാരനായിരിക്കും. അദ്ദേഹത്തിന്റെ ജോലി സ്ഥിരപ്പെടുത്താതെ വരുമ്പോൾ പല ആനുകൂല്യങ്ങളും നിഷേധിക്കപ്പെടും, ക്ഷേമ പദ്ധതികൾക്ക് പുറത്താകും, മറ്റു ബെനിഫിറ്റുകളിൽ നിന്ന് പുറത്താകുന്ന സാഹചര്യം ഉണ്ടാകും. അതുപോലെ തന്നെ ഒരു കളക്റ്റീവ് ബാർഗൈനിങ് ശക്തി എന്ന രൂപത്തിൽ സമ്മർദ്ദം ചെലുത്തി ലോങ് ടൈം ഡിമാൻഡ് നോട്ടീസുകൾ കൊടുത്ത് കൃത്യമായി അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ പറ്റാതെ വരുന്ന നിരവധി സാഹചര്യങ്ങൾ ഈ ലേബർ കോഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടാവുകയാണ്. ഇപ്പോൾ 700 തൊഴിലാളിയെ ഒറ്റയടിക്ക് പിരിച്ചുവിടുന്ന സാഹചര്യം കൊച്ചിയിലുണ്ടായി. പണ്ടത്തെ നിയമപ്രകാരമാണെങ്കിൽ അങ്ങനെ പറ്റുമോ? 100 തൊഴിലാളികൾക്ക് കൂടുതലാണെങ്കിൽ ഗവൺമെന്റിന്റെ പ്രയർ സാങ്ഷൻ വേണം, ആദ്യം ഗവൺമെന്റിന് അപേക്ഷ കൊടുക്കണം. ഇത് ഇന്ന കാരണത്താൽ എന്റെ സ്ഥാപനം നിർത്താൻ പോവുകയാണ്, അതുകൊണ്ട് ഇത് നിർത്താൻ എന്നെ അനുവദിക്കണമെന്ന് ഗവൺമെന്റിന് നോട്ടീസ് കൊടുക്കണം. ഗവൺമെന്റ് കക്ഷികളെ വിളിക്കും, ജീവനക്കാരെ വിളിക്കും, ട്രേഡ് യൂണിയനെ വിളിക്കും, അതിന്റെ സാഹചര്യങ്ങൾ പരിശോധിക്കും. അപ്പൊ അത്തരത്തിൽ എല്ലാ തരത്തിലും ഗവൺമെന്റിന് ഇടപെടാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പൊ അത് 100 തൊഴിലാളി എന്നുള്ളത് 300 തൊഴിലാളിയായിട്ട് ഉയർത്തി. വലിയ മാനദണ്ഡങ്ങൾ വരുമ്പോഴെല്ലാം അത് കൃത്യമായി മാനേജ്മെന്റുകൾക്കും കോർപ്പറേറ്റുകൾക്കും അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. അപ്പൊ അതുകൊണ്ട് കൃത്യമായി മുൻ ഗവൺമെന്റ് ഒരു സുപ്രീം കോടതി ജഡ്ജിയെ വെച്ച് ഇതിൽ തൊഴിലാളികൾക്ക് വിരുദ്ധമായിട്ടുള്ള സമീപനങ്ങൾ ഏതൊക്കെയാണ് എന്ന് പരിശോധിച്ച് അത് കണ്ടെത്തി അതുമായി ബന്ധപ്പെട്ട് കൊടുത്ത റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ മേശപ്പുറത്ത് ഇരിക്കുകയാണ്. അപ്പോൾ അതുപോലും പരിശോധിക്കാൻ തയ്യാറാകാതെ ഏകപക്ഷീയമായിട്ട് ഞങ്ങൾ ഈ നിയമം നടപ്പാക്കുകയാണ് എന്ന് പറഞ്ഞാൽ അത് RSSനെ പൂർണ്ണമായിട്ട് കീഴടങ്ങുന്ന, കഴിഞ്ഞ 70 ദിവസത്തിനുള്ളിൽ തുടർച്ചയായിട്ട് കീഴടങ്ങുന്ന ആ പ്രക്രിയ തുടരുകയാണ്. അതുകൊണ്ട് ഒരു ട്രേഡ് യൂണിയൻ നിയമങ്ങളും ഇല്ലാത്ത നാടായിട്ട് ഈ നാട് തുടരും എന്ന രൂപത്തിലില്ല. ഇവിടെ സംസ്ഥാന ഗവൺമെന്റ് ചട്ടം നടപ്പാക്കിയാൽ മാത്രമേ ഈ ലേബർ കോഡ് കേരളത്തിൽ നടപ്പിലാകൂ, നിലവിൽ വരൂ. അതുവരെ പഴയ നിയമങ്ങൾ തന്നെയാണ് തുടരുന്നത്. ആ സാഹചര്യമാണ് നമ്മുടെ മുന്നിലുള്ളത്. ഇതെല്ലാം തെറ്റിദ്ധരിപ്പിക്കും മുഖ്യമന്ത്രി, അതിനുശേഷം മുഖ്യമന്ത്രി തന്നെ അത് തിരുത്തി പറയുന്ന സാഹചര്യം അടുത്ത ആഴ്ച ഉണ്ടാകും. കുറെ കാര്യങ്ങളിൽ നിന്ന് തെന്നി മാറുന്ന സാഹചര്യം ഉണ്ടാകും. അതാണ് നമ്മുടെ മുന്നിലുള്ളത്. റൈറ്റ്. ഏതായാലും അഭിഭാഷകൻ കൂടിയായ അരുൺകുമാർ ഈ ചർച്ചയിൽ അതേക്കുറിച്ച് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് നടപ്പാക്കാതെ, മോദി സർക്കാർ കൊണ്ടുവന്ന ലേബർ കോഡ് നടപ്പാക്കാതെ നിവൃത്തിയില്ല എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. പക്ഷേ അതിന് സംസ്ഥാനം ചട്ടം രൂപീകരിക്കാത്ത
കഴിയാത്തൊരു ഘട്ടം വന്നാൽ നിലനിൽക്കുന്ന ആ നിയമം തുടരുന്ന സാഹചര്യമുണ്ടാകും, ഈ ലേബർ കോഡിന് പകരം പഴയ നിയമം തുടരുന്ന സാഹചര്യം ഉണ്ടാകും എന്നതടക്കമുള്ള നിയമപരമായ വശങ്ങളെല്ലാം കൂട്ടിച്ചേർത്താണ് അരുൺ ഇക്കാര്യത്തിൽ സംസാരിച്ചത്. ഇതിൽ കോൺഗ്രസ് പ്രതിനിധിയായി ബേസിൽ പാറേക്കുടിയാണ് പറഞ്ഞിരുന്നത്. അദ്ദേഹത്തെ ലൈവിലേക്ക് കണക്ട് ചെയ്യാൻ കഴിയുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശ്രമിക്കുന്നുണ്ട്, അദ്ദേഹത്തിലേക്ക് വരാം എന്ന് വിചാരിക്കുന്നു. മുഖ്യമന്ത്രി പറഞ്ഞതിനെ കോൺഗ്രസ് പാർട്ടി എങ്ങനെ ന്യായീകരിക്കുന്നു, ഭരണമുന്നണി എങ്ങനെ ന്യായീകരിക്കുന്നു എന്നതും കൗതുകകരമായ കാര്യമാണ്, കേൾക്കേണ്ട കാര്യം തന്നെയാണ്.